നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അതായത് പൊതുജനങ്ങൾ ആഗ്രഹിച്ചതുപോലെ VD സതീശനെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് തെരഞ്ഞെടുത്തെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് KC വേണുഗോപാലിനെ പിന്തള്ളിക്കലാണ് VD സതീശനെ പിന്തുണച്ചത്. കാരണം KC വേണുഗോപാലിനായിരുന്നു പാർട്ടിയിലും പാർലമെന്ററി പാർട്ടിയിലും പിന്തുണ. അതായത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വിജയിച്ചു വന്ന 63 സ്ഥാനാർത്ഥികളിൽ 47 പേരും പിന്തുണച്ചത് KC വേണുഗോപാലിനെയാണ്. 4 KPCC വൈസ് പ്രസിഡന്റുമാരിൽ 3 പേരും പിന്തുണച്ചത് KC വേണുഗോപാലിനെയാണ്. പിന്നെ KPCC പ്രസിഡന്റ് തന്നെ പിന്തുണച്ചത് KC വേണുഗോപാലിനെയാണ്. മുൻ KPCC പ്രസിഡന്റുമാരിൽ VM സുധീരനും K മുരളീധരനും മാത്രമാണ് VD സതീശനെ പിന്തുണച്ചത്. ഇത്രയും സുനാമി കണക്കിനുള്ള പിന്തുണ KC വേണുഗോപാലിന് കിട്ടിയിട്ടും VD സതീശന് മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞത് ഒരു അത്ഭുതം തന്നെയാണ്. VD സതീശന് ആകെ ഉണ്ടായിരുന്ന പിന്തുണ ഈ ഘടകകക്ഷികളുടെ പിന്തുണയും പിന്നെ പൊതുജന വികാരവും മാത്രമായിരുന്നു. കാരണം KC വേണുഗോപാലിനെ പരിഗണിക്കുന്നു എന്ന് മനസ്സിലായ നിമിഷം മുതൽ KC വേണുഗോപാലിനെ പിന്തുണച്ചു എന്ന് ജനങ്ങൾക്ക് മനസ്സിലായ MLA-മാരെയും MP-മാരെയും വഴി തടഞ്ഞു നിർന്ന് ചോദ്യം ചെയ്യുകയും എന്തുകൊണ്ട് VD സതീശനെ പിന്തുണച്ചില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്രത്തോളം VD സതീശന് അനുകൂലമായ ഒരു ജനവികാരം പൊതുജന മധ്യത്തിൽ ഉണ്ടായിരുന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് രാഹുൽ ഗാന്ധി കൃത്യമായ തീരുമാനമെടുത്തു. ഞാനെല്ലാം കരുതിയത് രാഹുൽ ഗാന്ധി ഒരു പഴഞ്ചൻ കോൺഗ്രസ് മോഡലിൽ പോയിട്ട് KC വേണുഗോപാലിനെ തന്നെ പിന്തുണയ്ക്കും എന്നുള്ളതാണ്. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, ജനവികാരം മാനിച്ച് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി കൃത്യമായ ജനവികാരം മനസ്സിലാക്കി VD സതീശന് പിന്തുണ കൊടുക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ VD സതീശനെ പറ്റിയുള്ള ദീർഘമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.